ഫുൾനസ് മൈൻഡ്ഫുൾനസ് എന്നത് വിധിയെഴുതുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ ഈ വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പരിശീലനമാണ്. ഇത് ശീലിക്കാൻ സഹായിക്കുന്ന ലളിതമായ ചില വഴികൾ ഇതാ. മൈൻഡ്ഫുൾനസ് പരിശീലിക്കാനുള്ള വഴികൾ. 1. മൈൻഡ്ഫുൾ ശ്വാസം, മൈൻഡ്ഫുൾ ബ്രീതിംഗ്. ഇതാണ് മൈൻഡ്ഫുൾനസിന്റെ അടിസ്ഥാനം. ഇതൊരു ശീലമാക്കാം. ദിവസവും 5 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. ചെയ്യേണ്ട രീതി: കണ്ണുകളടച്ച് സുഖകരമായ ഒരിടത്തിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും കേന്ദ്രീകരിക്കുക. ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. അവയെ ശ്രദ്ധിക്കുക. എന്നാൽ അവയോട് പ്രതികരിക്കാതെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. 2. ബോധപൂർവമായ നിത്യകർമ്മങ്ങൾ, മൈൻഡ്ഫുൾ ഡെയിലി റൂട്ടീൻ. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക. മൈൻഡ്ഫുൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി, മണം, ഓരോ കടിയുടെയും അനുഭവം എന്നിവ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണോ ടിവിയോ ഒഴിവാക്കുക. മൈൻഡ്ഫുൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിലത്ത് സ്പർശിക്കുന്നത്, ശരീരത്തിന്റെ ചലനം, ചുറ്റുമുള്ള ശബ്ദങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. വേഗത്തിൽ എവിടെയെങ്കിലും എത്താൻ ശ്രമിക്കാതെ നടപ്പിന്റെ പ്രക്രിയയിൽ ശ്രദ്ധിക്കുക. 3. ബോധപൂർവമായ ശ്രദ്ധ മാറ്റൽ, മൈൻഡ്ഫുൾ പോസസ്. ദിവസം മുഴുവൻ ചെറിയ ഇടവേളകൾ എടുക്കുക. 3 മിനിറ്റ് ശ്വാസം. ജോലിയിലോ പഠനത്തിലോ തിരക്കിനിടയിൽ 3 മിനിറ്റ് ഇടവേള എടുക്കുക. 1 മിനിറ്റ്. നിങ്ങളിപ്പോൾ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ചിന്തകൾ, വികാരങ്ങൾ, ശരീരത്തിലെ തോന്നലുകൾ. 2 മിനിറ്റ്. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 3 മിനിറ്റ്. ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ജോലിയിലേക്ക് മടങ്ങുക. കാത്തിരിക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുകയോ ട്രാഫിക് ലൈറ്റിൽ കാത്തിരിക്കുകയോ ചെയ്യുമ്പോൾ ഫോൺ എടുക്കുന്നതിനു പകരം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4. ബോഡി സ്കാൻ. ശരീരത്തിലെ ഓരോ ഭാഗത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയ്യേണ്ട രീതി: തറയിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ പാദങ്ങളിൽ തുടങ്ങി കാലുകൾ, വയറ്, നെഞ്ച്, കൈകൾ, കഴുത്ത്, തല എന്നിങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും 10 മുതൽ 20 വരെ സെക്കൻഡ് വീതം കേന്ദ്രീകരിക്കുക. അവിടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തരിപ്പ്, ഭാരം, വേദന, അയവ് എന്നിവ ശ്രദ്ധിക്കുക. മൈൻഡ്ഫുൾനസ് എന്നത് ഒരു പരിശീലനമാണ്. ആദ്യ ദിവസങ്ങളിൽ ശ്രദ്ധ തെറ്റിപ്പോകാം. പക്ഷേ സ്ഥിരമായി പരിശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ശീലം വളർത്തിയെടുക്കാൻ കഴിയും.